വെൽക്കം ടു എഡ്യൂവാലെ. +2 പബ്ലിക് എക്സാം ആണല്ലേ. കെമിസ്ട്രി, ഫിസിക്സും മാത്സും നമ്മൾ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി. ഇതേപോലെ നമുക്ക് ഇനി കെമിസ്ട്രിയും നല്ല സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതണം. നാളെയും മറ്റന്നാളും കൂടി പരീക്ഷ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 11-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് നാളെയും മറ്റന്നാളൊക്കെ നന്നായിട്ട് പഠിക്കുക. 12ഉം 13ഉം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അധികം സമയമൊന്നും കളയരുത്. പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി പഠിക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. താഴെയുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. കാരണം നാളെ മുതൽ നമ്മൾ 5-6 വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. മാത്രമല്ല ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഞാൻ ആ വീഡിയോയിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് വെയിറ്റേജ് നോക്കാം. വെയിറ്റേജിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ഒഫീഷ്യലി നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ വന്ന വെയിറ്റേജ് നോക്കാം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠം 8 മാർക്കിനാണ് വെയിറ്റേജ്. ഇലക്ട്രോ കെമിസ്ട്രി 9, കെമിക്കൽ കൈനറ്റിക്സ് 9, D&F ബ്ലോക്ക് എലമെൻറ്റ്സ് 6. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ എളുപ്പമുണ്ടാവും. പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട് 10, ഹാലോ ആൽക്കെയിൻസ് 7 ആണ്, ആൽക്കഹോൾസ് 8, ആൽഡിഹൈഡ് 11, അമീൻസ് 5, ബയോമോളിക്യൂൾസ് 5. ഇങ്ങനെയാണ് ഒഫീഷ്യലി നമ്മളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുള്ള വെയിറ്റേജ്. പക്ഷേ ഇതേ പ്രകാരമല്ല നമുക്ക് മോഡൽ എക്സാമിന് വന്നത്. ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ട്. ചില പാഠങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഡിഹൈഡൊക്കെ 11 മാർക്കിനാണ് വെയിറ്റേജ് കാണിച്ചത്. പക്ഷേ നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി ഈ പാഠങ്ങളിൽ നിന്നൊക്കെ വന്ന് ഞാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ഓരോ പാഠങ്ങളിൽ നിന്ന് വന്നത്. സൊല്യൂഷൻസ് ആണെങ്കിൽ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്കിന് ചോദ്യങ്ങൾ സൊല്യൂഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കെമിക്കൽ കൈനറ്റിക്സ് 1 മാർക്കിനുണ്ട്, 2 മാർക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്കിന് ചോദ്യമുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രി ചെയ്യുന്നുണ്ട്. കോർഡിനേഷനാണെങ്കിൽ 1, 3, 3, 4 എന്നുള്ള രീതിയിലാണ് വന്നത്. ഹാലോ ആൽക്കെയിൻസ് 1, 2, 2 ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ബയോമോളിക്യൂൾസ് 1 മാർക്കിനും 3 മാർക്കിനും. ആൽക്കഹോൾസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. 2 മാർക്കിന്, 2, 3 മാർക്കിന്, 4 മാർക്കിന് ചോദ്യം ആൽക്കഹോൾസിൽ നിന്ന് വന്നു. ആൽഡിഹൈഡ് ആണെങ്കിൽ 2ഉം 4 മാർക്കിന് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ 11 മാർക്കിനൊന്നും വെയിറ്റേജ് ഇല്ല. പക്ഷേ ഇപ്പോൾ മോഡൽ എക്സാം ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ നമുക്ക് പബ്ലിക്കിന് ആൽഡിഹൈഡിൽ നിന്നാവാം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അമീൻസ് 2, 1, 2 എന്നുള്ള രീതിയിലാണ് വന്നത്. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് 2, 3 മാർക്കിന് ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് വന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻസ് 9 മാർക്ക് വെയിറ്റേജ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി 10, കെമിക്കൽ കൈനറ്റിക്സ് 8. അപ്പോൾ ആദ്യത്തെ 3 പാഠം നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 25 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട് 11 മാർക്കിന് തന്നെ ചോദിക്കുന്നുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഹെവി വെയിറ്റേജ് ഉണ്ട്. ഹാലോ ആൽക്കീൻസ് 7, D&F ബ്ലോക്ക് 6, ആൽക്കഹോൾസ് ആണ് ഹെവി ആയിട്ട് നമുക്ക് മോഡൽ എക്സാമിന് വന്നത്. ആൽഡിഹൈഡ് 6 മാർക്കിന് ചോദിച്ചത്. അപ്പം എല്ലാവരും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 11 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ആൽഡിഹൈഡും ആൽക്കഹോളും നന്നായി പഠിക്കുക. ഈ 3 പാഠങ്ങളിൽ നമുക്ക് 4 മാർക്ക്, 3 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അമീൻസ് 5 മാർക്കിന്, ബയോമോളിക്യൂൾസ് 4 മാർക്കിനൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതേ പ്രകാരം തന്നെ വരുന്നില്ല. 1 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വെയിറ്റേജ് കുറവെന്ന് പറയുകയാണെങ്കിൽ ബയോമോളിക്യൂൾസും അമീൻസും ആണ്. ബാക്കിയുള്ള എല്ലാ പാഠങ്ങൾക്കും ഏകദേശം 8 മാർക്ക്, 7 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് വെയിറ്റേജ്. ഇത് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ അതിനനുസരിച്ചിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ എത്രയും വേഗം ആൽക്കഹോൾസും ആൽഡിഹൈഡും കോർഡിനേഷനും പഠിക്കുക. ഫസ്റ്റ് 3 ചാപ്റ്ററും പഠിക്കുക. ഈ 6 പാഠങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പിന്നെ ബാക്കി പാഠങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ കാണാം. ഇതിൽ നിന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടൊക്കെ ഞാൻ വരാം. താങ്ക്